ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എൻ്റെ ജോബുകൾ കാണുകയാണെങ്കിൽ എൻ്റെ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വേദന ഉണ്ടായിരുന്നു. ഒന്നും പറ്റില്ലാത്ത ചിരിയും കുത്തിയൊക്കെ പോയി, കാലൊക്കെ കുത്തിപ്പോയി. അത് ഞാൻ കാണിക്കാൻ നോക്കുമ്പോൾ ഫോൺ ചെറുതായിട്ട് തലയോട്ടാവുന്നില്ല. കൈ ഇങ്ങനെ തിരിഞ്ഞ് മറഞ്ഞു പോയി. അത് ഞാൻ കാണിച്ചു. പിന്നെ അത് കാണിച്ചിട്ട് ഞാൻ പോകുമ്പോൾ അതിൻ്റെ സ്പ്രേ കുത്തിപ്പോയത്. സ്പ്രേൻ്റെ തുമ്പ് അപ്പം ഞാനാകുമ്പോൾ മൈൻഡ് ചെയ്യാണ്ട് പോയി. എനിക്ക് വേദന പിന്നെ ഞാൻ അടുത്ത ഒരു കിച്ചയുണ്ട്, അത് പിടിച്ച് വടിക്കാൻ നോക്കി, കിട്ടുന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ അടിച്ച് പൊട്ടിച്ചാണ്. അപ്പോൾ അടുത്ത് തന്നെ പോകുന്നു. അപ്പോൾ അതിൻ്റെ പകുതി സാധനം അതിൻ്റെ കൈമേലുണ്ടായിരുന്നു, അത് നിലത്താള് നിലത്തിട്ട്. പിന്നെ എനിക്ക് ഇവിടെ നല്ല മഴയുമാണ്. ഞാൻ എന്നിട്ട് കാറൊക്കെ പൊക്കി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കാറ് നിൽക്കാണ്ട് അതിൻ്റെ ടയർ ഞാൻ ഊരിച്ചാട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ പോകണം. അതിന് 1000 രൂപയാണ്. ഈ പുലി ഒറിജിനലാണ് വിചാരിക്കേണ്ടത്. ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 2 ദിവസം ആയപ്പോഴേക്കും ഇവിടെ എൻ്റെ കുരിപ്പുകൾ ഇത് 2 എണ്ണം വാല പിടിച്ച് വലിച്ച് പൊട്ടിച്ച്. അവിടെ കുറച്ചേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള പഞ്ഞിയൊക്കെ പോയിന്ന്. പിന്നെ അതിൻ്റെ പഞ്ഞിയൊക്കെ പകുതിയും പോയി. എന്നിട്ട് ഫോണൊന്ന് ചെറുതായിട്ട് നിലത്ത് വീഴുന്നു. അപ്പോഴേക്കും ഞാൻ സ്റ്റോപ്പാക്കിയിരുന്നു. ഞാൻ അടിച്ചു പോയേനെ. ഇപ്പോൾ വീട് നേരത്തെ കുത്തി പൊട്ടിയേനെ. ഇപ്പോൾ കവർമേൽ സ്റ്റീല് കവറാ. അധികം ഫോൺ പിടിക്കാൻ പറ്റില്ല, മഴ ആയതുകൊണ്ട് ഷോക്ക് അടിക്കാന്നൊരു അപ്പോൾ ഞാനാളെ തന്നെ നോക്കുമ്പോണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് സാധനം. അതാണ് എൻ്റെ തലയിൽ തെയ്യുന്ന സാധനം. എന്നിട്ട് ഞാൻ വെറുതെ എങ്ങോട്ടൊക്കെ പോയി നോക്കും, എന്തെങ്കിലും സാധനം കിട്ടുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനും ഓടിപ്പോയി. ഞാൻ അന്ന് തൊപ്പി കണ്ടാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. തൊപ്പി എടുത്തിടാൻ തോന്നി. പിന്നെ ഞാൻ തൊപ്പി വിട്ട് പിന്നെ ഞാൻ അവിടുത്തെ ബേക്കറിയൊക്കെ തിന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ തൊപ്പി എന്നെ എടുത്ത് ഊരി വലിച്ചെറിഞ്ഞു. അപ്പോൾ ചെറുതായിട്ട് ഫോണൊന്ന് പോയി. ഒന്നുമില്ല, ഇത് തലക്ക് സുഖമില്ലാത്ത. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പറയാണ്ട് ഞാൻ മറന്നു, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എന്ന്.